Oh
സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഞങ്ങളുടെ സഹോദരനെ സംയോജിപ്പിക്കുകയും തന്മൂലമായിഷ്കാലങ്ങളും പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം യോനെ സ്വീകരിക്കുകയും ചെയ്തപ്പോഴുള്ള ഐക്യമത്യവരുണ്ടാവുകയും ചെയ്യണമേ. ഓശോ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ,
നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാകണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. അനുഗ്രഹപൂർണമായ ദൃശ്യമായി നീട്ടപ്പെടുകയും വിവാഹനിശ്ചയത്തിലുള്ള മോചനം നീ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ആത്മശരീരങ്ങളുടെ സൃഷ്ടിയോടെ സന്തോഷത്തോടെ പിതാവിനും പുത്രനും പരിശുദ്ധമായ സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തൻ്റെ മശിഹ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്നതായ മോതിരങ്ങളോടുകൂടെ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരമാവധിയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. സഹാക്കിൻ്റെയായ റബേക്കായുടെ വിവാഹ നിശ്ചയത്തെ സ്വർണ്ണ ആഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തൻ്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ.
സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്നെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്ക് ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകലവിധമായ കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യ സ്നേഹിപ്പാനായി സ്നേഹ അഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. സുരഭിലങ്ങളായ ശോശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ ദൈവമായ കർത്താവ് സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ട മനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളുമാറാകട്ടെ. വിവാഹം എന്ന് പറയുന്നതായ പരിഭാവനമായ ഉദാശയിലൂടെ ഒരുമിച്ച് കൂട്ടിച്ചേർക്കപ്പെടുവാൻ തക്കവണ്ണമായിട്ട് ദൈവത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യത്തിലൂടെ ഇവിടെ ആയിരിക്കുന്ന ദേവാലയത്തിലായിരിക്കുന്ന എൽദോ, മിറ്റു, അവരുടെ മാതാപിതാക്കൾ കൂടി വന്നിരിക്കുന്ന എവരുമേ, ഒരു വ്യക്തിയുടെ കുടുംബജീവിതം ആരംഭിക്കുന്നത് വിവാഹമെന്ന് പറയുന്നതായ കുദാശയിലൂടെയാണ്. 128 സങ്കീർത്തനത്തിൽ ഓർമ്മപ്പെടുത്തുന്നു, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാനഫലം നീ അനുഭവിക്കും, നിനക്ക് നന്മ വരും, നീ ഭാഗ്യവാൻ. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശചുറ്റും ഒലിവുതൈകൾ പോലെ ഇരിക്കും. ഇങ്ങനെ യഹോവഭക്തനായ പുരുഷൻ അനുഗ്രഹിക്കപ്പെടും. ഏറെ ശ്രേഷ്ഠകരമായിട്ടാണ് വിവാഹം എന്ന് പറയുന്നതായ കുദാശയിലേക്ക് പ്രവേശിക്കുന്നതായ വധുവും വരനും വായിച്ചറിയേണ്ടതായ ഒരു വേദഭാഗമാണ് 128 സങ്കീർത്തനം. ഈ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ ആ സ്വർഗം എന്ന് പറയുന്നത് കുടുംബമാണ്. ഭൂമിയിലെ സ്വർഗം സൃഷ്ടിക്കപ്പെടുന്നത്, കുടുംബമുണ്ടാകുന്നത് വിവാഹമെന്ന് പറയുന്നതായ നിർമ്മലവും പരിപാവനവുമായ കുദാശയിലൂടെയാണ്. ആ വിവാഹത്തിനായിട്ട് അല്ലെങ്കിൽ ആ കുടുംബജീവിതത്തെ വളരെ വ്യക്തമായിട്ട് 128 സങ്കീർത്തനത്തിൽ വരച്ചു കാണിക്കുന്നു. അവിടെ മണവാളനെ അല്ലെങ്കിൽ ഭർത്താവിനെ ഒലിവുമരത്തോടും മണവാട്ടിയെ ഭാര്യയെ മുന്തിരിവള്ളിയോടുമാണ് ഉപമിച്ചിരിക്കുന്നത്. അവർക്ക് താങ്ങ് തടലുമായിട്ട് നിൽക്കുന്നതായ ആ മുന്തിരിവള്ളിയും ഒലിവുമരവും തമ്മിലുള്ളതായ ആ കൂടിച്ചേരൽ പോലെ തന്നെ ഒരിക്കലും തളർന്നു പോകാതെ അവർക്ക് സംരക്ഷണം നൽകുന്നതായ ഒലിവ് തൈകളെ മക്കളോടും ആ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്നതായ അവരുടെ ആ ഫലത്തോടും അവിടെ ഉപമിച്ചിരിക്കുകയാണ്. ഇതാണ് വേദപുസ്തകത്തെ പരിശോധിക്കുമ്പോൾ വിവാഹത്തെ വരച്ചു കാണിക്കുന്നത്.
എന്തുകൊണ്ടാണ് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നതായ രണ്ട് വ്യക്തിത്വങ്ങൾ, വ്യത്യസ്തമായ ഇന്നലെ വരെ വ്യത്യസ്തമായിട്ടുള്ളതായ ഇഷ്ടങ്ങളും അതുപോലെ തന്നെ രീതികളും അതുപോലെ തന്നെ അനുഷ്ഠാനങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളതായ ചിന്താഗതികളും ഉള്ളതായ രണ്ട് വ്യക്തികളെ ദൈവത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യത്തിലൂടെ പരിശുദ്ധ സഭയുടെ മുമ്പാകെ ഇന്ന് കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ അവർ ഒരുമിച്ച് ചേർക്കപ്പെടുകയാണ്. എന്തും പ്രശസ്ത വേദശാസ്ത്രകാരനായ മാത്യു ഹെൻറി ഇപ്രകാരം വിവാഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്? ഏദന്റെ പറുദീസായിലാണ് ആദ്യത്തെ വിവാഹം നടക്കുന്നത്. ആദ്യ മനുഷ്യനായ ആദാം തനിയെ ഇരിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ടിട്ട് അവനൊരു തുണയാളെ കൊടുക്കണമെന്ന് യഹോവയായ ദൈവത്തിന് തോന്നി. അങ്ങനെ യഹോവയായ ദൈവം ആദത്തിന്റെ വാരിയലിൽ ഉറക്കത്തിൽ ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ അവന്റെ വാരിയലിൽ നിന്ന് ഒരു തുണയെടുത്ത് വാരിയലിൽ നിന്ന് അവന് ഒരു തുണയെ സൃഷ്ടിച്ചു. അതാണ് ഏദനിലാണ് ആദ്യമായിട്ട് ഒരു കുടുംബ ജീവിതം ആരംഭിക്കുന്നത്. അപ്പോൾ പ്രശസ്ത ചിന്തകനായ വേദശാസ്ത്രജ്ഞനായ മാത്യു ഹെൻറി പറയുന്നു, എന്തുകൊണ്ടാണ് ദൈവം ഏദനിൽ ആദത്തിന് തുണയായിട്ട് ഹവ്വായെ സൃഷ്ടിച്ചപ്പോൾ വാരിയലിൽ നിന്ന് എടുത്തത്? അദ്ദേഹം ഇങ്ങനെ പറയും, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ആ വേദശാസ്ത്രകാരൻ പറയുന്നത് ഒരുപക്ഷേ ദൈവത്തിന് തലയിൽ നിന്നെടുക്കാമായിരുന്നു. അദ്ദേഹം പറയുകയാണ്, തലയിൽ നിന്നെടുത്താൽ ഭർത്താവിന്റെ തലയ്ക്ക് മുകളിലായിരിക്കും ഭാര്യയുടെ സ്ഥാനം. കാലിൽ നിന്നെടുക്കാമായിരുന്നു. കാലിൽ നിന്നെടുത്താൽ കാൽ കീഴിലായിരിക്കും ഒരുപക്ഷെ ഭാര്യയുടെ സ്ഥാനം. പിറകിൽ നിന്നെടുത്താൽ പിറകിലായിരിക്കാം. എന്നാൽ വാരിയല്ല് എന്ന് പറയുന്ന നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ എല്ലാ മനുഷ്യർക്കും വാരിയല്ലുണ്ട്. വാരിയല്ലിന് എന്തെങ്കിലും ആഘാതം സംഭവിച്ചാൽ ഉടനെ നമുക്കുണ്ടാകുന്നത്, ആ പ്രത്യാഘാതം ഉണ്ടാകുന്നത് നമ്മുടെ ഹാർട്ടിനാണ്. വാരിയല്ല് എവിടെയാണ് ചേർന്നിരിക്കുന്നത്? ഹൃദയത്തോട് ചേർന്നാണ് വാരിയല്ലിരിക്കുന്നത്. അപ്പോൾ വേദശാസ്ത്രകാരൻ പറയുകയാണ്, എന്തുകൊണ്ടാണ് വാരിയലിനെ സൃഷ്ടിച്ചത്? രണ്ട് ശരീരമാണെങ്കിലും ഒരു ഹൃദയമായിട്ട് ചേർത്ത് വെക്കുവാൻ തക്കവണ്ണമായിട്ടാണ് ഏദന്റെ പറുദീസായിൽ ആദത്തിന്റെ വാരിയലിൽ നിന്നെടുത്ത് ഹവ്വായെ സൃഷ്ടിച്ചതെന്ന് പ്രശസ്ത വേദശാസ്ത്രകാരനായ മാത്യു ഹെൻറി വിവാഹ ജീവിതത്തെ കുറിച്ച് വരച്ചു കാണിക്കുമ്പോൾ അതിലിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് പരിശുദ്ധ സഭയുടെ മുമ്പാകെ ദൈവത്തിന്റെ അദൃശ്യമായ സാന്നിധ്യത്തിലൂടെ ഈ മക്കൾ ഒരുമിച്ച് കൂട്ടിച്ചേർക്കുമ്പോൾ എല്ലാവിധമായ ദൈവിക അനുഗ്രഹങ്ങളും ഇവിടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനാണ് നമ്മൾ ഏറ്റവും വലുത് പ്രാർത്ഥനയാണ്. The family prays together that stays together എന്നാണ് പറയുന്നത്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും. വിശുദ്ധവേദപുസ്തകത്തിൽ പരിശോധിക്കും, പുതിയ നിയമത്തിൽ തോബിതിന്റെ പുസ്തകത്തിൽ തോബിയാസിന്റെയും സാറായുടെയും വിവാഹത്തെ വരച്ച് കാണിക്കുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ ശേഷം തോബിയാസും സാറായും മണവറയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ മണവറയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് തോബിയാസ് സാറയെ വിളിക്കുന്നു, പ്രിയപ്പെട്ട സഹോദരി, നമുക്ക് പ്രാർത്ഥിക്കാം. തോബിയാസ് സാറായുടെ കൈകൾ കോർത്തു പിടിച്ചിട്ട് മുട്ടിന്മേൽ നിന്നുകൊണ്ട് മണവറയിൽ നിന്നുകൊണ്ട് അവരിങ്ങനെ പ്രാർത്ഥിച്ചു. സർവശക്തനായ ദൈവമേ, ആദ്യ മാതാപിതാക്കളായ ആദത്തെയും ഹവ്വായെ സൃഷ്ടിച്ചു. അവിടുന്ന് പിന്നീട് തലമുറകൾ ഉണ്ടായി. അങ്ങനെ ആ തലമുറകൾ പിൻഗാമിയെ ഞങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ദൈവമേ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ഈ വിവാഹബന്ധത്തിലൂടെ ഒരുമിച്ച് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നത്, പ്രിയമുള്ളവർ, അവിടുത്തെ ദൈവം തമ്പുരാനെ ഞങ്ങൾ ഭൗതികമായിട്ടുള്ളതായ ആഗ്രഹങ്ങൾക്കോ ജഡീകമായ അഭിലാഷങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ല ഞങ്ങൾ ഇന്ന് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. അല്ലയോ ദൈവമേ, തലമുറകൾ ഉണ്ടാകുവാനും മരണം വരെയും ഒരുമിച്ച് ജീവിക്കുവാനും തക്കവണ്ണമായിട്ടാണ് ഞങ്ങൾ ഇവിടെ കൂട്ടിച്ചേർക്കപ്പെടുന്നത്. അതുകൊണ്ട് മരണം വരെയും ഒരുമിച്ച് ജീവിക്കുവാൻ തക്കവണ്ണമായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് തോബിയാസ് സാറായുടെ കയ്യിൽ മേൽ നിന്ന് പിടിച്ചുകൊണ്ട് മണവറയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ എന്ന അർത്ഥത്തിൽ സാറ ആമീൻ എന്ന് പറഞ്ഞു. അതായിരുന്നു. തുടർന്നാണ് അവർ മണവറയിലേക്ക് തോബിയാസും സാറായും പ്രവേശിച്ചത്. പ്രിയമുള്ളവരുടെ ജീവിതം അനുഗ്രഹകരമായി തീരുവാൻ സാധിച്ചു. അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവഹിതമനുസരിച്ചുകൊണ്ട് ഈ രണ്ട് കുടുംബങ്ങളും ദൈവത്തിൻ്റെതായ ആ തീരുമാനമനുസരിച്ച് ഇവരെ ഒരുമിച്ച് കൂട്ടിച്ചേർക്കുമ്പോൾ ഈ പരിപാവനമായ വിവാഹ ഉദാശയിലൂടെ ഇവർക്ക്
ലഭിക്കുവാനും എല്ലാവിധമായ ദൈവിക അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിഞ്ഞ് ഒരു സന്തോഷഭരിതമായ കുടുംബ ജീവിതം ഇവർക്ക് ആശംസിച്ചുകൊണ്ട് എല്ലാവിധമായ ദൈവിക അനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് അതേ കാലഘട്ടത്തിൻ്റെതായ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് ഏറ്റവും വലിയ ദൈവിക അനുഗ്രഹങ്ങൾ. അതിന് സർവശക്തനായ ദൈവം തമ്പുരാൻ ഈ മക്കളെ അനുഗ്രഹിക്കട്ടെ, ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാവിധമായ ദൈവിക അനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിയപ്പെട്ടു, ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായിരിക്കുന്നവനും തന്റെ വല്ലബന്ധത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ദൈവമേ നീ അടിയങ്ങൾക്ക് ഭൂമിയിലായി സൃഷ്ടിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതി ബഹുമാനം ആരാധനയുടത്തേക്ക് യോഗ്യമാകുന്നു. ബക്കുലഹനിയോയോ മോസു ഹായ ലവൽമേ Madhuba
സ്ത്രീകളെ നമ്മുടെ ഭർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷാവുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാവുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. പുരുഷന്മാരെ മശിഹാന്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. സഭയെ ജലത്തിലുള്ള സാധനം കൊണ്ടും വചനം കൊണ്ടും വേണ്ടവണ്ണം ശുദ്ധീകരിക്കുവാനും കുറ്റമോ കുറവോ തത്തുല്യങ്ങളായ മറ്റോ വലുതുമോ കൂടാതെ നിർമ്മലയും വിശുദ്ധിയുമായ തേജസ്വിയായി സ്വീകാര്യമായിട്ട് ആ സഭയ്ക്കായി മശിഹാ സ്വന്തം പ്രാണനെ സമർപ്പിച്ചുവല്ലോ. അങ്ങനെ തന്നെ പുരുഷന്മാർ സ്വന്തം ശരീരങ്ങൾ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്ന തന്നെ തന്നെയാവുന്നു സ്നേഹിക്കുന്നത്. വടക്കത്തോടും വയത്തോടും വടക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകവായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധ കല്ലുകളിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ അറിയിക്കലേ നാം കേൾക്കണം. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥ പുരുഷന്മാർ നടത്തിയെന്നും ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തന്റെ ഭാര്യയെ പിരിച്ചിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടാവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചു. ആയതുകൊണ്ട് പുത്രൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് താൻ കൽപ്പിച്ചു. ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത് എന്ന് അവർ അദ്ദേഹത്തോട്, അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്തവളെ പിരിച്ചിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാകുന്നു എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയെ പരിഗ്രഹിക്കുകയും ചെയ്യുന്നത് വ്യഭിചാരമാകുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുകയും ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട് ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്ത്രീവിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനെ ഷണ്ഡന്മാരായിരുന്നവരുണ്ട്, മനുഷ്യരാൽ ഷണ്ഡന്മാരാക്കി തീർത്തപ്പെട്ടവരുമുണ്ട്. സ്വർഗരാജ്യ നിമിത്തം നിങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവർ ഗ്രഹിക്കട്ടെ എന്ന് നമ്മുടെ കർത്താവ് താൻ കൽപ്പിച്ചരുളി. ശൈനോ ലുക്കുൽ
അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സർവശക്തിക്കെതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. ജാരിൻ
മാണിക്യം മകുടം രമ്യം ചിരക്കും കൗതുകമേറും കിരീടം മണവാട്ടിയുടെ ശിരസിൽ ആചാര്യൻ ചൂടിക്കുന്നു. ുള്ള അലങ്കാരം ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധമായ സ്തുതിയേറ്റിക്കൊണ്ട് സ്വർഗീയ മണവാളാവിശ്യതാത്മായ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. നല്ല സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള നിങ്ങൾ ആവശ്യമില്ലാത്തതിനും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോട് കൂടിയിരുന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ ദൈവം നിങ്ങളെ കാത്തുകൊള്ളി, നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങൾ ദുഃഖങ്ങളെ നീങ്ങളെയും ചെയ്യട്ടെ. അബ്രഹാം യാക്കോബ് യോസേഫിലെ സന്തോഷപ്രകാരം നിങ്ങൾ സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറവേരെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിന്റെ മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങൾ വസിക്കട്ടെ. ദൈവം അബ്രഹാമിന്റെ യാക്കോബിന് നൽകിയതായ അനുഗ്രഹം നിങ്ങൾ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപാദിപ്പിക്കുന്ന സർവ്വസഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫ് നൽകിയതായ അനുഗ്രഹം നിങ്ങളിലും വസിക്കട്ടെ. ചെയ്യണമെന്നോട്
മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള ഏവങ്കേലുവിൻ്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പിൻ. ഹൃദയ വിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നദ്ധിയിലാകുന്നു, അറിയാത്തവന് മുമ്പാകെ അല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഈ വന്ധ്യപിതാവ് നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനങ്ങളിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും എന്ന സമൃദ്ധിയായി ആവശ്യിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ ദൈവമാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യമറിയാം അമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ കർത്താവായ യേശുമിശിഹായുടെ വലതുകൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്കെല്ലാവർക്കുമായിട്ടാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങളിൽ ഓരോരുവനും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പിൻ. ഭാര്യ സ്വന്തം ആളുകളെ കഴിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിപ്പാൻ കൊടുക്കണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. പ്രിയപ്പെട്ട മണവാളനും മണവാട്ടിയുമായി നിങ്ങൾ ഇന്ന് ദേവാലയത്തിൻ്റെ മുന്നത്ത് സന്നിഹിതരായെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അതിശ്രേഷ്ഠമായ ഒരു പദവി ലഭിച്ചിരിക്കുകയാണ്. എന്തായിരുന്നു ആ പദവി? ആ ഭർത്താവ് കണ്ടയും മിടുക്കനാണ് കണ്ടോ. ആ ഉത്തരം വളരെ കറക്റ്റായിട്ട് വരാം, ഭർത്താവാണ്. അപ്പോൾ പിന്നെ മിന്നോട് ചോദിച്ചാൽ പിന്നെ ആ ചോദ്യത്തിന് അർത്ഥമില്ല. മിന്നു നല്ല ഒരു ഭാര്യയാണ്. ഈ ശ്രേഷ്ഠമായ പദവി നിങ്ങൾ അലങ്കരിക്കുമ്പോൾ ദൈവവചനം ഈ ഭാര്യയോടും ഭർത്താവിനോടും പറയുന്ന ചില ഉപദേശങ്ങളുണ്ട്. വളരെ ചുരുക്കം വാക്കുകളിൽ ഇവർ ഓർമ്മ വയ്ക്കേണ്ട കാര്യങ്ങളായതുകൊണ്ട് മാത്രം ആശംസ നേർന്നുകൊണ്ട് ഇവരെ ഓർപ്പിക്കുകയാണ്. എഫേസ്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും പൗലോസിലേക്ക് എടുത്തു പറയുന്നത്, ഭാര്യമാരെ നിങ്ങൾ നിങ്ങളുടെ കർത്താവിനെ എന്ന പോലെ അനുസരിച്ച് കീഴ്പ്പെട്ടിരിക്കണം. ഭർത്താവിനോട് പറയുന്നത് എന്താണെന്നറിയാമോ? നീ നിന്റെ ഭാര്യയെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. പൗലോസിനെ എഫേസ്യർക്കും കൊലോസ്യ ലേഖനത്തിലും ഇങ്ങനെ എഴുതുവാൻ കാരണം അനേക ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പലവിധമായ ഏറ്റക്കുറച്ചിലും അഭിപ്രായ വ്യത്യാസവും ഉള്ളതായി അറിഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിൽ പ്രേരിതമായി കൊടുത്ത ഉപദേശമാണ് ഈ ശ്രേഷ്ഠമായ ഉപദേശം. അതുകൊണ്ട് നിങ്ങൾ ഈ വചനം എപ്പോഴും ശ്രദ്ധിച്ചു കൊള്ളണം. കർത്താവിനെ എന്ന പോലെയാണ് ഭാര്യ ഭർത്താവിനെ കാണേണ്ടത്, അനുസരിക്കേണ്ടത്, കീഴടങ്ങിയിരിക്കേണ്ടത്. അതുപോലെ ഭർത്താവ് ഏറ്റവും വലിയൊരു ചുമതല ഏറ്റെടുത്തു. നീ കുടിച്ചില്ലെങ്കിലും ഇവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. നീ ധരിച്ചില്ലെങ്കിൽ ഇവൾക്ക് ധരിപ്പാൻ കൊടുക്കണം. നീ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഇവൾക്ക് കഴിക്കാൻ കൊടുക്കണം. എത്ര വലിയ ഉത്തരവാദിത്വമാണ് ഭർത്താവിനെ വചനം ഏൽപ്പിക്കുന്നത്. അതുപോലെ കൊരിന്ത്യ ലേഖനത്തിൽ 1-ാം ലേഖനം 7-ാം വാക്യം 3-4 വാക്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ കുറിച്ചിട്ടുകൊള്ളണം. അത് ഞാൻ പറയുന്ന സന്ദേശം നിങ്ങളുടെ ജീവിതാവസാനം വരെയും കാത്തുകൊള്ളണം. എന്താണ്? 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും ദാമ്പത്യ ധർമ്മം നിർവഹിക്കണം. കടപ്പെട്ടിരിക്കുന്നതായ ചുമതലകൾ നിറവേറ്റണം. അതിനകത്ത് ധാരാളം അന്തരാർത്ഥങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഭാര്യ വളരെ സ്നേഹത്തോടെ ഒരു അന്വേഷികയായി, ഒരു അഭിധേയകാംക്ഷയായി, രക്ഷികയായി
ഭർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് ഒരു കപ്പ് കാപ്പി എടുത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. അങ്ങനെ ഭാര്യയുടെ മുഖം കറുത്തിരുന്നാൽ, വിഷമിച്ചിരുന്നാൽ എന്ത് പറ്റിയെന്ന് ചോദിക്കുവാൻ ഒരു വലിയ മനസ്സ് ഭർത്താവിനും ഉണ്ടാകണം. അതുകൊണ്ട് ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും ദാമ്പത്യധർമ്മം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടു പോകരുത്. 4-ാമത്തെ വചനം ഇങ്ങനെയാണ്: ഇനി മുതൽ അവളുടെ മേൽ അവനാണ് അധികാരം, അവൻ്റെ മേൽ അവൾക്കാണ് അധികാരം. നിങ്ങളുടെ സ്വാതന്ത്ര്യം പരസ്പരം കൈമാറിക്കൊടുത്തു. ഈ 2 വചനങ്ങൾ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 3-4 വാക്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ കുറിച്ചിട്ടുള്ളൂ. വെള്ളപ്പുഴമൊക്കെ ഈ കാസറ്റ് ഇട്ട് കാണുമ്പോൾ നിങ്ങൾ മറന്നു പോയാലും ഈ വചനം ഓർപ്പിക്കും. നിങ്ങളതെടുത്ത് വായിക്കണം, അത് ഹൃദയത്തിൽ ബൈഹാർട്ടാക്കണം. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരായി തീരട്ടെ. ഈ വിവാഹകൂദാശയെ സംബന്ധിച്ച് നിങ്ങൾ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് വാഴ്ത്തിപ്പെട്ട് പുണ്യപ്പെടുത്തുമാറാകട്ടെ. ഈ കർമ്മത്തിൽ കർമാനുസൃതങ്ങളായ അനുഷ്ഠാനങ്ങളാക്കി തീർത്ത ഈ വധൂവരന്മാരെ ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ഇവരുടെ ഭവനങ്ങളെ ഐശ്വര്യമുള്ളതാക്കി തീർക്കട്ടെ. ഇവരുടെ ഭവനങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയ ദാസരുടെ ആത്മാക്കളെ അബ്രാഹാമെ ഭവനങ്ങളിൽ ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ഏറെക്കുറവും ബലഹീനമുള്ളതുമായ പ്രാർത്ഥന ദൈവമേ നിന്റെ സന്നദ്ധിയിൽ കേൾക്കപ്പെട്ട് അംഗീകാരയോഗ്യമുള്ളതായി തീരട്ടെ. ആബോബ്രോഹോദീശം